ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം കുറേ നാൾക്ക് ശേഷം ഒരു ട്യൂട്ടോറിയൽ ടൈപ്പ് വീഡിയോ നമ്മൾ ചെയ്യുകയാണ്, വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ നമ്മളിതിനിടയ്ക്ക് കുറേ ട്രാവൽ ആൻഡ് ഫോട്ടോഗ്രാഫി വീഡിയോസ് ചെയ്തിരുന്നു. നിങ്ങളത് കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതും കാണാനായിട്ട് ശ്രമിക്കുക. വളരെ കുറച്ച് പേരെ ട്രാവൽ ആൻഡ് ഫോട്ടോഗ്രാഫി വീഡിയോസ് കാണുന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ പണ്ട് തൊട്ടുള്ള എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ചെയ്യാനും മറക്കണ്ട ഗൈസ്. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡോബ് ലൈറ്റ് റൂമിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടൈറ്റിലിടാൻ ഏകദേശം ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ പറയുന്ന രീതിയിലല്ലായിരിക്കും ടൈറ്റിലിട്ട് ചെറിയൊരു വ്യത്യാസം കാണും. പക്ഷേ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു പോർട്രേറ്റ് അല്ലെങ്കിൽ ആളുകളെ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലാത്ത ഫോട്ടോസ്, അതായത് പ്രൊഫഷണലായിട്ട് വെഡ്ഡിങ് അല്ലെങ്കിൽ എന്താണ് പോർട്രേറ്റ്സ്, ഫാഷൻ, കുട്ടികളുടെ ഫോട്ടോസ്, അതൊക്കെ എടുക്കുന്ന അല്ലാത്ത ആൾക്കാർക്ക് ആക്ച്വലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫോട്ടോഷോപ്പിൻ്റെ ആവശ്യമില്ല. ഇതിപ്പം ലൈറ്റ് റൂമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ്. ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. അഡോബിൻ്റെ ഫോട്ടോഗ്രാഫി പ്ലാനിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് റൂം മാത്രമാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അതിന് റേറ്റ് ഇച്ചിരി കുറവാണ്. നിങ്ങൾ ഈ ആളുകളുടെ ഫോട്ടോസ് എടുക്കുന്നില്ല. ഇതുപോലെ ലാൻഡ്സ്കേപ്പ്, ആനിമൽസിൻ്റെ ഒക്കെ ഫോട്ടോസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈറ്റ് റൂമിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മളിത് അങ്ങനെ പറയാനായിട്ടൊരു കാരണം, ഞാൻ പറഞ്ഞില്ല, ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് ലൈറ്റ് റൂമും ഫോട്ടോഷോപ്പും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നെങ്കിലും സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 1-2 മാസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് കുറേ ഡിഫറൻസ് കേട്ടോ. നമ്മൾ അത്രയും വർഷം പഴയ ലൈറ്റ് റൂം വേർഷനെക്കാട്ടും നല്ല വ്യത്യാസം. അതായത് നമുക്ക് മാസ്കിംഗ് ഒക്കെ നമുക്ക് ഫോട്ടോഷോപ്പിൽ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് ലൈറ്റ് റൂമിനകത്ത് മാസ്കിങ് ചെയ്യാം. അത് ഭയങ്കര കിടിലമാണ് കേട്ടോ. ഇത് ഞാൻ എടുത്തൊരു ഫോട്ടോ അല്ല ഇതിനകത്ത് കാണുന്നത്. ഇതൊരു എന്താണ് എൻ്റെ പേര്, സിഗ്നേച്ചർ എഡിറ്റ്സ്കോ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ റോ ഫയൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് അത് യൂസ് ചെയ്യാം. ഞാൻ നമ്മൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ അത്ര പ്രാവീണ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വെബ്സൈറ്റിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് എൻ്റെ സ്വന്തം ഫോട്ടോസ് ഉണ്ട്, പക്ഷേ അത്ര പോരെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പീപ്പിൾ ഫോട്ടോയൊക്കെയാണ് കുറച്ചും കൂടെ ബെറ്ററാണ്. നമുക്ക് അതിനകത്ത് ഇമ്പ്രൂവ് ആകാനുണ്ട്. അപ്പോൾ ഇനി കേസ് നമുക്ക് ഇന്ന് ഈ ഒരു ഫോട്ടോ നമുക്ക് ലൈറ്റ് റൂമിൽ അതിൻ്റെ മാസ്കിംഗ് ടൂൾസ് യൂസ് ചെയ്ത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. പണ്ട് നമ്മൾ ലൈറ്റ് റൂം എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു മെനു ഒന്നും നമുക്കില്ല. ഇതൊക്കെ പറയാൻ കാരണം, നിങ്ങൾ ഗ്രാജുവലായിട്ട് ഇങ്ങനെ പ്രോഗ്രസ് ആയി വന്ന ആൾക്കാർക്ക് അതൊരു ഓർമ്മ കാണത്തില്ല. ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറ്റ മെനു ഉള്ളൂ. ഈ ഒരു മെയിൻ മെനു മാത്രമേ മെയിനായിട്ട്, പിന്നെ ഉണ്ട് കേട്ടോ, താഴോട്ട് കുറേ കാര്യങ്ങളുണ്ട്, ഇപ്പോൾ കാണുന്ന പോലൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഇതിനകത്തും കുറേ കാര്യങ്ങൾ നമുക്കിതിനകത്ത് ആഡായിട്ടുണ്ട്. നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇന്ന് നമ്മൾ ബേസിക്കലി മാസ്കിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മാസ്കിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ മെയിനായിട്ട് ഈ ബേസിക് എഡിറ്റിംഗ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ എക്സ്പോഷർ ഒന്ന് ഇൻക്രീസ് ചെയ്താൽ ഇത് കണ്ടില്ലേ, നമുക്ക് ഈ ഫോർഗ്രൗണ്ടിലാണെങ്കിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസൊക്കെ കിടപ്പുണ്ട്. നമ്മളിപ്പം എക്സ്പോഷർ +3 ഇട്ടാൽ, അപ്പോൾ നമ്മുടെ പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നമുക്കത് ഇത് ഔട്ട് ഓഫ് ഫോക്കസ് അല്ല, ഓവർ എക്സ്പോസ് ആയി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഴയ പോലെ ആക്കാം. നമ്മുടെ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നയാൾ റയാൻ ബ്രെയ്റ്റ്ക്രൂട്സ്, ഈ പുറയിലുള്ള മൗണ്ടനും ആകാശമാണ് പുള്ളി ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് ISO 100-172 mm ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മളിൻ്റെ ലൈബ്രറിയിൽ പോയാൽ നമുക്ക് 70-180 f2.8 സോണി ലെൻസാണ് പുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്. f2.8 ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കാം, അതായത് മാസ്കിങ്. നിങ്ങളിൽ എത്ര പേര് ലൈറ്റ് റൂമിൽ മാസ്കിങ് ട്രൈ ചെയ്തിട്ടുണ്ട്? പക്ഷേ എനിക്ക് നല്ല കിടിലമായിട്ട് തോന്നി കേട്ടോ. ഞാൻ ഫോട്ടോഷോപ്പ് എനിക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിഡ്സിൻ്റെ ഫോട്ടോസും അല്ലെങ്കിൽ കൂടുതൽ ഇപ്പോഴും ആ ഒരു താല്പര്യമാണ്, പീപ്പിൾ ഫോട്ടോഗ്രാഫിയിലാണ് നമുക്ക് താല്പര്യമുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ നമുക്കെന്താണ് ഫ്രീക്വൻസി സെപ്പറേഷനും അങ്ങനത്തെ കുറേ സ്കിൻ റീടച്ചിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ലൈറ്റ് റൂം അത്ര പോരെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. ചിലപ്പോൾ ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നു അതും കൂടെ ആഡ് ചെയ്താൽ പിന്നെ ആരും ലൈറ്റ് റൂം ഈ ഫോട്ടോഷോപ്പ് വാങ്ങേണ്ട ആവശ്യം തന്നെ ഇല്ലെന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു ഇത്. പിന്നെ നമുക്ക് റോ ഫയലിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിവേസ് നമുക്ക് മാസ്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് തിരിയാം. ഞാൻ മറ്റേ ഈ ഒരു ബേസിക് എഡിറ്റിംഗ് ആദ്യം ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ നോർമലി മാസ്കിങ്ങിലോട്ട് പോകുന്നത്. പക്ഷേ ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല. മാസ്കിങ് മാത്രം യൂസ് ചെയ്താൽ നമുക്ക് എന്തുമാത്രം മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നൊരു മാസ്കാണ് ഞാനിപ്പം
ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ്. പവേർഡ് ബൈ AI ആണ് സംഭവം. നമുക്കൊന്ന് മാസ്ക് ചെയ്യാം. ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സംഭവം ഡിറ്റക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പഴയ പോലെ നമുക്ക് ഒത്തിരി വർക്ക് ഇല്ല കേട്ടോ, നമുക്ക് വർക്ക് വളരെ കുറവാണ്. ഇപ്പോൾ നമുക്കിതിൻ്റെ ഓരോ ഇതിലേക്കൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ സെലക്ഷൻ എവിടെയാണ് വേണ്ടത് നമുക്ക് പിക്ക് ചെയ്യാം. ഇതുണ്ട്, സ്കൈ പിക്ക് ചെയ്താൽ ഒരു റെഡിഷ് ഏരിയ ഫുള്ള് കവറായിട്ട് നമുക്ക് വരും. പക്ഷേ ചെറുതായിട്ട് മൗണ്ടനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലത്. പിന്നെ മൗണ്ടൻസ് കറക്റ്റായിട്ട് നമുക്ക് വരുന്നുണ്ട്, വെജിറ്റേഷനും കറക്റ്റാണ്. മൗണ്ടൻസിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് കയറി വരുന്നുണ്ട്. വാട്ടർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടി, കറക്റ്റായിട്ട് അതൊക്കെ പിടിക്കുന്നുണ്ട് ലൈറ്റ് റൂം. ഇതുണ്ടല്ലേ, ഇത് വാട്ടറാണെന്ന് എങ്ങനെയായിരിക്കും മനസ്സിലായി, അതാണ് ഞാൻ ആലോചിക്കുന്നത്. വാട്ടർ സെപ്പറേറ്റ് പിടിച്ചു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, വാട്ടർ സെലക്ട് ചെയ്യാം, വെജിറ്റേഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത്രയും ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റെഡ് വരുന്ന ഏരിയാസാണ് നമുക്ക് സെലക്ഷൻ വരുന്നത്. പിന്നെ മൗണ്ടൻസ് ഇത് കണ്ടില്ലേ, മൗണ്ടൻസ് നമ്മൾ പിടിക്കുമ്പം അത് നോക്കട്ടെ, നമുക്ക് ഇവിടെ നിന്ന് ഇത് മാറ്റി നോക്കാം. ഈ ഒരു സാധനം മൗണ്ടൻസിലോട്ടാണ് നമുക്ക് പോകുന്നത്. ഇത് നമുക്ക് പക്ഷേ ഇതിനകത്ത് വരുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യും, ഇത് രണ്ടും നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. വാട്ടർ ആൻഡ് വെജിറ്റേഷൻ, മൗണ്ടൻസിനകത്ത് ഈ ഒരു ഏരിയ കവറാണ് കേട്ടോ, അത് നമുക്കൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കൊരു മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊരു മാസ്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ സെലക്ഷൻ വാട്ടർ ആൻഡ് വെജിറ്റേഷനിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇത് വെജിറ്റേഷൻ്റെ, ഇത് വാട്ടറിൻ്റെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇനി എക്സ്പോഷർ ഇൻക്രീസ് ചെയ്താൽ എൻ്റെ ഉദ്ദേശം ശരിയാണ്, നമ്മൾ ഫുള്ള് കൂട്ടി, അത് വാട്ടർ മാത്രമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു മാസ്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് എക്സ്പോഷർ ഒന്ന് കൂട്ടി നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ ഫോർഗ്രൗണ്ട് ഏരിയ ഇങ്ങനെ എക്സ്പോസ് ആയി വരുന്നത്. പക്ഷേ നമുക്കൊരു പ്രശ്നം വരുന്നത് കണ്ടില്ലേ, ഇവിടെ നോക്കിയാൽ ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയ ഇത് കണ്ടില്ലേ, എഡ്ജ് സംഭവം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് വേണ്ട, നമ്മൾ എക്സ്പോഷർ നമ്മൾ കൂട്ടുന്നില്ല. നമുക്ക് പിന്നൊരു കാര്യം, നമുക്ക് ഈ ഇടയ്ക്കുള്ള പോർഷൻസൊക്കെ ഈ ഒരു മാസ്കിനകത്ത് വിട്ടുപോയ പോർഷൻസൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്യണം. നമ്മൾ മെയിൻ മാസ്ക് സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. പ്ലസ് ചെയ്യാം, ആഡ് മാസ്ക് കൊടുത്തിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ ഇതെല്ലാം നമ്മുടെ മാസ്കിലോട്ട് ആഡാവും. വിട്ടുപോയിട്ടിരിക്കുന്ന എഡ്ജുകളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. എഡ്ജിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ഏരിയ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഇവിടെ കണ്ട ചെറിയൊരു അബദ്ധം പറ്റി, കൺട്രോൾ സെറ്റ് അടിക്കാം. ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ കിടക്കട്ടെ, നമ്മളൊന്നും ചെയ്യണ്ട. ഓക്കെ, ഇപ്പം നൈസാണ് നമ്മുടെ സെലക്ഷൻ വന്നിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഷാഡോസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. എഡ്ജിന് പ്രശ്നം വരാതെ ഷാഡോസ് നമ്മൾ ഇൻക്രീസ് ചെയ്തു. ഹൈലൈറ്റ്സ് ചെറുതായിട്ടൊന്ന് കുറച്ചു. എക്സ്പോഷർ കൂട്ടിയാലും പ്രശ്നമാണ് കേട്ടോ, അധികം കൂട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. എക്സ്പോഷർ അധികം കൂട്ടുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് കൂട്ടി. ഓക്കെ, ബ്ലാക്കും വൈറ്റും ഈ ഏരിയയിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട, അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഇത്രയും മതി സംഭവം. നമുക്കൊന്ന് വ്യത്യാസം നമുക്ക് നോക്കാം. കേട്ടില്ല, ഇത്ര ഏരിയ നമ്മൾ റിക്കവർ ചെയ്ത് കളറൊക്കെ. ഓക്കെ, നമുക്ക് ഇത്രയും കിട്ടി. നമുക്കിനി മെയിൻ മെനുവിലായിട്ട് ഇതിലേക്ക് പോകാം. പിന്നെ ഞാൻ വരുത്തുന്ന കുറച്ച് മാറ്റങ്ങൾ, അതായത് നമുക്കത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലിമിനൻസ് ചെയ്താൽ നമുക്ക് ഗ്രീൻ ഏരിയാസ് നമുക്കൊന്നും കൂടെ ഗ്രീൻ ആൻഡ് യെല്ലോ കൂട്ടി കൊടുത്താൽ കുറച്ചും കൂടെ വെട്ടം കിട്ടുന്നുണ്ട് താഴെ. ഇപ്പോൾ യെല്ലോ ഭയങ്കര ഓവറായല്ലേ, ഇത് വേണ്ട. ചെറുതായിട്ടൊന്ന് കൂട്ടി ഗ്രീൻ നമ്മൾ മാക്സിമം ലുമിനൻസ് കൊടുത്തു. ഇനി നമുക്ക് കൂട്ടാം കേട്ടോ, നമുക്ക് മേളിലോട്ടൊന്ന് പോയി ചെറുതായിട്ടൊന്ന് എക്സ്പോഷർ കൂട്ടി നോക്കാം. പിന്നെ നമുക്ക് ചെയ്യുന്ന വേറൊരു മാസ്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടുന്ന് മേളിലോട്ടൊരു എന്താണ് പറയുന്നത്, ഇനി നമുക്ക് മാസ്ക് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ അല്ല ക്ലിക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെയാണ് ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. പ്ലസ് കൊടുത്തിട്ട് നമുക്കൊരു ലീനിയർ ഗ്രേഡിയൻറ്റ് നമുക്ക് കൊടുക്കാം. അത് താഴെ നിന്ന് മേളിലോട്ട്, നമ്മൾ പണ്ട് പഴയ ഫോട്ടോഷോപ്പിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഈ സംഭവം. അപ്പോൾ നമുക്കിങ്ങനൊരു ലീനിയർ ഗ്രേഡിയൻറ്റ് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ്. ഇച്ചിരി ഒന്ന് മേളിലോട്ട് കയറ്റാം. ഈ ഒരു സാധനം നമുക്ക് ഇച്ചിരി ഒന്ന് താഴോട്ട് താക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പയ്യെ എക്സ്പോഷർ ഒന്ന് കൂട്ടാം. അപ്പോൾ നമുക്ക് ആ ഒരു എഡ്ജിൽ ആ പ്രശ്നം ഇല്ലാതെ നമുക്ക് ഫോർഗ്രൗണ്ട് ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. കുറച്ചും കൂടെ കോൺട്രാസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ സംഭവം സെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, കുറച്ച് സാച്ചുറേഷൻ അല്ലെങ്കിൽ നമുക്ക് വൈബ്രൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൂട്ടായിരുന്നു. സാച്ചുറേഷൻ അധികം കൂട്ടിയാൽ പ്രശ്നമാവുമോ, ഇച്ചിരി മടുപ്പല്ലേ. നമുക്കൊരു 12 നിൽക്കട്ടെ. ഓക്കെ, നമുക്കൊന്ന് ഫോട്ടോയിൽ നിന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ബിഫോർ ആഫ്റ്റർ ഉണ്ട്, എന്തുമാത്രം മാറ്റമുണ്ടെന്ന് നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് ഓവറോൾ കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടാം. ഓക്കെ,
ഇനി നമുക്ക് വീണ്ടും നമ്മുടെ മാസ്കിലേക്ക് തിരിച്ചു പോകാം. സ്കൈ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്ത് ഇനിയും സ്കൈ നമ്മൾ ആഡ് ചെയ്യാൻ പോയാൽ ഇച്ചിരി മടുപ്പാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പുതിയൊരു മാസ്ക് ഉണ്ടാക്കാം. മൗണ്ടൻ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ലാൻഡ്സ്കേപ്പ് കൊടുക്കാം. നമുക്ക് മൗണ്ടൻ മാത്രം ഒന്ന് സെലക്ട് ചെയ്യാം. ഒരു മാസ്ക് നമുക്കിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൗണ്ടൻ മാത്രം സെലക്ട് ചെയ്തൊരു മാസ്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ. നമുക്കൊന്ന് എക്സ്പോഷർ ചുമ്മാ കൂട്ടാം. ഇത് കണ്ടില്ലേ, എക്സ്പോഷർ കൂട്ടുമ്പോൾ മൗണ്ടനിൽ മാത്രമാണ് സംഭവം എഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആ ഏരിയ മാത്രമാണ് ആഡ് ആയെന്ന്. നമുക്കിതിനകത്ത് ഒന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് മാസ്ക് ഈ ഒരു പോർഷൻ നമുക്ക് ബ്രഷ് വെച്ചൊന്ന് ആഡ് ചെയ്യാം. അത്രയും ചെറിയൊരു പോർഷൻ അങ്ങ് ആഡ് ചെയ്ത് പോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൗണ്ടൻ്റെ ഈ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കാം. നമുക്ക് ആ ഒരു നമ്മൾ ലുമിനോസിറ്റി മാസ്കുകൾ നമ്മൾ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു സെലക്ഷനുള്ളിൽ പിന്നെ എങ്ങനെ ഒരു സെലക്ഷൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതാണ് ഈ ഒരു മൗണ്ടനെ സെലക്ട് ചെയ്യാൻ കാരണം. നമ്മളിത് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സെലക്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത്, അതായത് ഈ മൗണ്ടൻ്റെ മെയിൻ സെലക്ഷൻ പോയിന്റിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻ്റർസെക്റ്റ് മാസ്ക് വിത്ത് കൊടുക്കുക. എന്നിട്ട് ലുമിനൻസ് റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മൗണ്ടനിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു മാറ്റം വരുന്നത്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം. ഇത് കണ്ടില്ലേ എങ്ങനെയുണ്ട് പരിപാടി? ആ ഒരു ഇതിൽ ബ്ലെൻഡ് ചെയ്ത സംഭവം വരാനായിട്ടോ നമ്മൾ ഈ ഒരു ആരോ ഇങ്ങനെ കണ്ടോ, ആ ഒരു ടോപ്പ് പോർഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു മാസ്ക് നമ്മൾ ഉണ്ടാക്കി കേട്ടോ. ഇപ്പോൾ ഈ ഒരു മാസ്കിൽ നമുക്ക്, അതായത് ഈ ചെറിയ പോർഷൻ, മേളത്തെ പോർഷൻ മാത്രം നമുക്കൊന്ന് എക്സ്പോഷർ കൂട്ടാൻ ചെറുതായിട്ട്. കണ്ടില്ലേ എന്താ മോനെ സെറ്റപ്പ്. നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ബ്ലൂയിഷസ് കളർ കൊടുക്കാൻ ടെമ്പറേച്ചർ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി, നമ്മുടെ സ്കൈയുമായിട്ടൊന്ന് സെറ്റാകാനായിട്ട്. ഒത്തിരി ഇട്ടാൽ ഇങ്ങനെ ആയിപ്പോവും. അത് നമ്മൾ നോക്കി ചെയ്യുക. ചെറുതായിട്ടൊന്ന് അതോ ഓറഞ്ച് കൊടുക്കണം, കുറച്ചും കൂടെ ഓറഞ്ചാണെന്ന് തോന്നുന്നില്ല, കുറച്ചും കൂടെ ബെറ്റർ താഴത്തെ ആ ഒരു പോർഷനായിട്ട് മാച്ച് ആകാനായിട്ട്. ഓക്കെ, നമുക്കിനി ഒരു കാര്യം ചെയ്യും, കുറച്ച് ആ മിഡ് റേഞ്ച് നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് മിഡ് റേഞ്ചിന് വേണ്ടി നമുക്ക് പുതിയൊരു ഇൻ്റർസെക്റ്റ് മാസ്ക് കൊടുക്കാം. നമുക്ക് ലൂമിനൻസ് റേഞ്ച് നമുക്ക് ആ ഒരു മിഡ് പോർഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇത് കറക്റ്റായിട്ട് വന്നു. ഇത് വേറെ വന്നു കേട്ടോ, അത് നമുക്ക് വേണ്ട. ഈ മാസ്ക് നമുക്ക് വേണ്ടത് മാറിപ്പോയി. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ലൂമിനൻസ് റേഞ്ച് ഇതാണ്. ഓക്കെയാണ് സംഭവം. സ്കൈനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് ഇല്ല, നമുക്കത് അഫക്റ്റ് ചെയ്തിട്ടില്ല. നമ്മളത് ചെയ്തപ്പോൾ നമ്മളത് കറക്റ്റായിട്ടാണ് ചെയ്തത്. മൗണ്ടൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ മേൽഭാഗം സെറ്റാക്കി നമുക്ക് ഓവറോൾ കോൺട്രാസ്റ്റ് ഒന്ന് നമുക്ക് കൂട്ടാം. കുറച്ചും കൂടെ ഒന്നും കൂടെ പുതിയൊരു മാസ്ക് ഉണ്ടാക്കി കോൺട്രാസ്റ്റിന് വേണ്ടി മാത്രം നമുക്കൊരു മൗണ്ടൻ മാസ്ക് ഉണ്ടാക്കാം. സെലക്ട് ലാൻഡ്സ്കേപ്പ്. നിങ്ങൾക്ക് ഇതെല്ലാം ട്രൈ ചെയ്യാം കേട്ടോ. എല്ലാത്തിലും ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാം. കളർ റേഞ്ചിൻ്റെ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരേപോലെ തന്നെയാണ് നമുക്കത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് സെലക്ട് ലാൻഡ്സ്കേപ്പ് വീണ്ടും കൊടുത്തിട്ട് മൗണ്ടൻ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. മൗണ്ടൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒക്കെ ഒരു മാസ്ക് ഉണ്ടാക്കിയിട്ട് മൗണ്ടനിൽ നമുക്കൊന്ന് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഒരു കിടു ലുക്ക് കിട്ടും. ഓക്കെ ഗൈസ്, എഡിറ്റിംഗ് ഏകദേശം നമ്മൾ സെറ്റാക്കി. ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിയാൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്നൊക്കെ. നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രീൻസിനകത്തൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഹൈലൈറ്റ്സ് നമുക്കൊന്നും കൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യിക്കാം. അപ്പോൾ അതിന് നമുക്കൊരു പുതിയ മാസ്ക് ഉണ്ടാക്കാം. സെലക്ട് ലാൻഡ്സ്കേപ്പ് തന്നെ. ഇത് ലാൻഡ്സ്കേപ്പ് ഫോട്ടോ ആയതുകൊണ്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിലെ വിവിധ ഭാഗങ്ങൾ ലൈറ്ററും തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് തരും. നമുക്ക് വെജിറ്റേഷനെ തന്നെ പിടിക്കാം. ഈ ഒരു ഏരിയ നമുക്ക് വേണമെന്നില്ല. വെള്ളം നമുക്കൊന്നും ചെയ്യാനുണ്ട്, അത് നമ്മൾ ചെയ്തില്ല. വെജിറ്റേഷനെ പിടിച്ച് നമുക്കൊരു മാസ്ക് ഉണ്ടാക്കാം. നമുക്കിതിൽ ഈ ഒരു മാസ്ക് ഇതൊരു ലുമിനോസിറ്റി മാസ്കായിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇതിൽ നമുക്കൊരു ലുമിനോസിറ്റി മാസ്ക് നമുക്ക് ചെയ്യണം. ഇൻ്റർസെക്റ്റ് മാസ്ക് വിത്ത് ലുമിനോസിറ്റി റേഞ്ച്. അത് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗങ്ങൾ മാത്രം മതി. ഇച്ചിരി കൂടെ വരട്ടെ. നമുക്കൊന്ന് ചെറുതാക്കാം സെലക്ഷൻ. ഇതൊരു വല്ലാത്ത മാസ്കാണ്, വല്ലാത്ത ലൈറ്റിങ്. നമുക്കതല്ല വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇങ്ങോട്ട് ഇച്ചിരി മാറാം. മിഡിൽ പോർഷനിലെ ലൈറ്റിംഗ് ആണ് ഇവിടെയാണ് നമുക്ക് വേണ്ടത്.
എന്തോ പറ്റിയില്ല. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇവനെ ഇങ്ങോട്ടൊന്ന് മാറ്റാം. ഇവിടുത്തെ ഈ ഒരു സംഭവം അതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങോട്ട് വരട്ടെ. നമ്മൾ വിചാരിക്കുന്ന പോലെ വന്നില്ല, നമുക്ക് മാസ്ക് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. നമുക്കൊന്ന് എക്സ്പോഷർ പയ്യെ ഒന്ന് തള്ളി നോക്കാം. പ്രശ്നമുണ്ട്, ചെറുതായിട്ടൊന്ന് കൂട്ടുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, നൈസ്. ചെറുതായിട്ടൊന്ന് നമുക്ക് ഓറഞ്ച് കളർ കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, സെറ്റ്. നമുക്കൊന്ന് നോർമൽ ഇതിലോട്ട് പോയിട്ട് എക്സ്പോഷർ ചെറുതായിട്ടൊന്ന് കൂട്ടിയാലോ. 0.15 എക്സ്പോഷർ, 0.10 മതി. അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ്. ഇത് നമുക്ക് നമ്മൾ വെള്ളം ചെയ്യാനുണ്ടല്ലേ, വെള്ളം എന്നിട്ട് നോക്കാം എന്ത് ചെയ്യാൻ പറ്റും. പുതിയൊരു മാസ്ക്, സെലക്ട് ലാൻഡ്സ്കേപ്പ്, വാട്ടർ മാത്രം, ക്രിയേറ്റ് മാസ്ക്. ഇത്തിരി ഒരു ബ്ലൂയിഷ് കളർ നമുക്ക് കൊടുത്ത് നോക്കാം എന്താകും. അടുപ്പാകുമോ? ബ്ലൂ വരുമ്പോൾ ഒരു വല്ലാത്ത ലുക്ക് അല്ലേ. ഇങ്ങോട്ട് പോയാൽ ഇല്ല, ഇത് തന്നെയാണ് നല്ലത്. ഇച്ചിരി ഒന്ന് കുറയ്ക്കാം, ചെറിയൊരു ടിൻറ്റ് വരട്ടെ. അത് മതി. ഇപ്പോൾ നോക്കിയാൽ വെള്ളമൊക്കെ കുറച്ചും കൂടെ നൈസായി കേട്ടല്ലേ. ഇതിലെനിക്ക് ഇപ്പോൾ ഒരു പ്രശ്നം, എനിക്കിത് സൂം ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെനിക്ക് സെറ്റാക്കണം. നമുക്ക് സൂം ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, നമുക്ക് നേരത്തെ സൂം ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ എനിവേസ് കേസ് ഈ വീഡിയോ അവിടെ തീരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് റൂം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരെ ബൈ ബൈ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കണ്ട ഗൈസ്. അതുവരെ ബൈ ബൈ. ടേക്ക് കെയർ. ഹാവ് എ ഗുഡ് ഡേ എല്ലാവർക്കും.